മരുഭൂമി വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. ദൂരെ ദൂരെ നിന്നും മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. എല്ലാവരും നിദ്രയിലായി. നമ്മളിനി എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് തിരിച്ചു പോയാലോ? ഈ രാത്രിയിലും നേരം പുലർന്നിട്ട് പോയാൽ പോരെ? നമുക്കൊരു കാര്യം ചെയ്യാം. ഈ രാത്രി നമുക്ക് ഈ പുൽത്തകടിൽ വിശ്രമിക്കാം. ശിശുവിൻ്റെ മുഖത്തെ തേജസ് കണ്ടിട്ട് എനിക്ക് പോകുവാൻ പോലും തോന്നുന്നില്ല. ശരിയാണ്. നമുക്ക് അല്പം വിശ്രമിച്ചിട്ട് പുലർച്ചെ പുറപ്പെടാം. രാജാക്കന്മാരെ, എഴുന്നേറ്റാലും. ഭയപ്പെടേണ്ട, ഞാൻ കർത്താവിന്റെ ദൂതനാകുന്നു. നിങ്ങളുടെ സന്ദർശനത്തിലും നിങ്ങളുടെ കാഴ്ച സമർപ്പണത്തിലും ദൈവം അത്യധികം സന്തോഷിക്കുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ രാജ്യത്തിനും എന്നും നന്മയുണ്ടാകും. ദൈവത്തിന്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങൾക്കുണ്ടായിരിക്കും. രാജാക്കളെ, അതിപ്രധാനമായ മറ്റൊരു കാര്യം അറിയിക്കാനാണ് ഞാൻ നിങ്ങളെ നിദ്രയിൽ നിന്നും ഉണർത്തിയത്. നിങ്ങൾ മടങ്ങിപ്പോകുമ്പോൾ ഹേറോദേസിന്റെ കൊട്ടാരത്തിൽ പ്രവേശിക്കുകയോ യൂദയായുടെ നഗരവീഥിയിലൂടെ പോവുകയോ ചെയ്യരുത്. പകരം മറ്റൊരു വഴിയെ നിങ്ങൾ തിരിച്ചു പോകുക. എന്തെന്നാൽ ഹേറോദേസ് ഈ ശിശുവിനെ വധിക്കാൻ കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുന്നു. ആയതിനാൽ നിങ്ങൾ ഇപ്പോൾ തന്നെ മറ്റൊരു വഴിയെ യാത്ര തുടങ്ങുക. എങ്കിൽ നമുക്കിപ്പോൾ തന്നെ പുറപ്പെടാം. വരൂ, നമുക്ക് പോകാം. ജോസഫ്, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈ രാത്രി തന്നെ ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. ഞാൻ പറയുന്നത് വരെ ഈജിപ്തിൽ തന്നെ താമസിക്കുക. എന്തെന്നാൽ ശിശുവിനെ വധിക്കുവാൻ വേണ്ടി ഹേറോദേസിന്റെ സൈന്യം അന്വേഷണം തുടങ്ങിയിരിക്കുന്നു. അങ്ങയുടെ ആജ്ഞ പോലെ. മറിയം, എഴുന്നേൽക്കൂ. എന്താ നാഥ ഈ സമയത്ത്? മറിയം, നമ്മുടെ കുഞ്ഞിനെ വധിക്കുവാൻ ഹെറോദസ് രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുന്നു. ഹെറോദേസിന്റെ സൈന്യം ഏത് നിമിഷവും ഇവിടെ എത്തിയേക്കാം. ആയതിനാൽ ഈജിപ്തിലേക്ക് പലായനം ചെയ്യുവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് എനിക്ക് കർത്താവിന്റെ ദൂതന്റെ ദർശനമുണ്ടായി. അതുകൊണ്ട് ഇപ്പോൾ തന്നെ
നമുക്കിവിടെ നിന്നും ഈജിപ്തിലേക്ക് പോകാം. ശരി നാഥ. വാതിൽ തുറക്കും. എന്ത് വേണം? രാജകൽപ്പന നടപ്പാക്കണമെന്ന് ഹെറോദസിന്റെ സർവ്വസൈന്യാധിപനും സൈന്യവുമാണ് വന്നിരിക്കുന്നത്. വേഗം വാതിൽ തുറക്കും. വേഗം. ഇല്ല, ഞാൻ തുറക്കില്ല. എന്റെ കുഞ്ഞിനെ കൊല്ലാൻ ഞാൻ അനുവദിക്കില്ല. എന്ത്? ഇത്രയ്ക്ക് ധിക്കാരമോ? രാജകൽപ്പന ധിക്കരിച്ചാൽ എന്തായിരിക്കും ഫലമെന്ന് നിനക്കറിയില്ലേ? വാതിൽ തുറക്കൂ. തുറക്കാനാണ് പറഞ്ഞത്. എന്തു തന്നെ ആയാലും ഞാൻ വാതിൽ തുറക്കില്ല. എന്റെ കുഞ്ഞിനെ ഞാൻ വിട്ടുതരില്ല. വേണമെങ്കിൽ എന്നെ കൊന്നോളൂ, എന്നാലും എന്റെ കുഞ്ഞിനെ ഞാൻ വിട്ടുതരില്ല. പടയാളികളെ, വാതിൽ ചവിട്ടിപ്പൊളിക്കൂ. വേഗം. കുട്ടിയെ ഇങ്ങ് തരൂ. ഇല്ല, ഞാൻ തരില്ല. എന്റെ കുഞ്ഞിനെ കൊല്ലാൻ ഞാൻ തരില്ല. ഇത് രാജകൽപ്പന, അനുസരിച്ചേ പറ്റൂ. പടയാളികളെ, ബലം പ്രയോഗിച്ച് കുട്ടിയെ പിടിച്ചെടുക്കുക. ഇല്ല, ഞാൻ തരില്ല. എന്റെ കുഞ്ഞിനെ കൊല്ലാൻ ഞാൻ തരില്ല. തരാനാണ് പറഞ്ഞത്. മാറി നിൽക്കൂ. വിടൂ. തരാനാണ് പറഞ്ഞത്. ഈ ദുഷ്ടന്മാർ എന്റെ കുഞ്ഞിനെ കൊന്നു. എന്റെ മകനെ, എന്റെ കുഞ്ഞ്, എന്റെ മോനെ. അങ്ങനെ യൂദാദേശത്തെ 2 വയസ്സിന് താഴെയുള്ള എല്ലാ ശിശുക്കളെയും നമ്മൾ കൊന്നുകഴിഞ്ഞു. ദിവ്യ വൈദൻ രാജൻ അവൻ തുലഞ്ഞു. നമുക്ക് രാജസന്നിധിയിലേക്ക് പുറപ്പെടാം. ഈ വാർത്ത ഉടൻ നമുക്ക് മഹാരാജാവിനെ അറിയിക്കണം. ഈ വാർത്ത കേട്ട് മഹാരാജ അത്യധികം സന്തോഷിക്കും.